പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് മെയ് മാസം 11 തീയതി ഞായറാഴ്ച. നമുക്ക് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, മെയ് 11 തീയതിയാണെന്ന്. മെയ് മാസം 11 തീയതി ഞായറാഴ്ച അങ്ങയുടെ മക്കളുടെ ദിവസം. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അതേ ഭയത്തോടും ഭവ്യതയോടും കൂടി അങ്ങയുടെ ദിവസത്തെ ആചരിക്കാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണമേ ഈശോയെ. കർത്താവെ, ദൈവപൈതന്മാർ ഈ ഭൂമിയിൽ ജീവിക്കണ പോലെ മാതൃകയായിട്ട് ജീവിക്കാൻ ഞായറാഴ്ച എങ്ങനെയാണ് ഉപയോഗിക്കുക? പണ്ട് പരസ്നേഹ പ്രവൃത്തികളും ഭക്തകൃത്യങ്ങളും പരസ്നേഹ പ്രവൃത്തികളും ദൈവവചനം കേട്ടും വചനം ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചും അങ്ങനെ ദൈവത്തിൻ്റെ മക്കളെപ്പോലും ഞായറാഴ്ച ജീവിക്കാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഞായറാഴ്ചയാണ് എല്ലാ പാപങ്ങളും ചെയ്ത് കൂട്ടുന്ന ദിവസം, കർത്താവിൻ്റെ ദിവസം.
അപ്പം അങ്ങനെ പ്രാക്കുപെട്ട കുടുംബത്തെ പ്രാക്കുപെട്ടതാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. വെള്ളമടിക്കുന്നതും കൂട്ടുകമ്പനി കൂടുന്നതും കുപ്പിക്കൂട്ടങ്ങൾ കൂടുന്നതും അതുപോലെ തന്നെ പങ്കുവെച്ച് കുടിക്കണതും എല്ലാ വൃത്തികേടുകളും ചെയ്യുന്ന ഞായറാഴ്ചയാണ്. അപ്പം അങ്ങനെ നാശം പിടിച്ചൊരു കുടുംബത്തിലേക്ക് വരുന്ന ഒരവസ്ഥ വരുന്നതാണ്. ആ കുടുംബത്തിൽ ജീവിക്കുന്ന വിശുദ്ധാത്മാക്കളുണ്ട്. അവരിതൊന്നും കണ്ടും കേട്ടും കാണത്തില്ല. പക്ഷേ എല്ലാ പാപികളും അവർ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അവർ ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കുകയാണ്. പിന്നെ വീട്ടിൽ നിന്നെങ്ങാനും പോകാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരുമുണ്ട്. എന്നാലും ശരി, നീ അവിടെ നിൽക്കണം, കുറച്ച് നിൽക്കണത്രയും കാലം നീ നിന്ന് അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ പൈശാചിക സ്വാധീനത്തിൽ നിന്ന് ഒഴിവാക്കാൻ ദൈവം തൻ്റെ ദൂതനെപ്പോലെ നിന്നെ ആ കുടുംബത്തേക്ക് വിട്ടിരിക്കണമെന്നൊരു ബോധം നിനക്കുണ്ടാവണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്ന് ഏതെങ്കിലും പ്രത്യേകമായ കുടുംബ ദൗത്യത്തിനായി പോകുന്നവരെ, ജീവിത ദൗത്യത്തിനായി പോകുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ തിങ്കളാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ പരക്കം പാഞ്ഞ് പരിവേശപ്പെട്ട് നടക്കുന്ന വ്യക്തികളുണ്ട്. അവരെ എല്ലാം സന്ധിക്ക് സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ. നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം വർഷിക്കട്ടെ. നിനക്ക് പ്രാർത്ഥന മങ്ങിപ്പോയവരെ, പ്രാർത്ഥന തളർന്നു പോയവരെ, പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നവരെ, പ്രാർത്ഥിച്ചിട്ട് അതിൽ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, അവരെല്ലാം സന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെയെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. കർത്താവ് രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ളവർ, വീട്ടിൽ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളത് കാരണം തന്നെ ബൈസ്റ്റാൻഡർമാരെ പോലെ അവർക്ക് വീട്ടുമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഒരു പരിപാടിക്കും ഓരോരുത്തരും പോകാൻ പറ്റാത്ത, ഇങ്ങനെ കാണാത്ത കയറി കെട്ടിയിരിക്കുന്ന കുടുംബങ്ങൾ. അപ്പോൾ രോഗം പിടിച്ച് കിടക്കുന്നവരെങ്കിലും ചത്താൽ മതിയെന്ന് മനസ്സുകൊണ്ട് പുറത്ത് പറയാൻ പറ്റുന്നില്ലെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ തന്നിരിക്കുന്ന സമയങ്ങൾ പെയ്ത് പെറുക്കിയും അതുപോലെ തന്നെ പൊറുത്തും പല്ലുകടിയും കരച്ചിലും കാണിച്ചുകൊണ്ട് കർത്താവിന് മറുത്ത് ജീവിക്കുന്ന കുടുംബങ്ങൾ, അവിടെ എല്ലാം ഞായറാഴ്ച കർത്താവിൻ്റെ കൃപയിൽ ബോധത്തിലേക്ക് വരാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നീ നിൻ്റെ കുടുംബവും കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ആശീർവദിക്കപ്പെടട്ടെ. ടാർജറ്റിങ്, കമ്പനിക്കാർ ടാർജറ്റ് കൊടുക്കത്തില്ലേ? ചില ആൾക്കാർ പറയും, അച്ഛാ ഞാൻ അവിടുന്ന് പോകുന്നു കേട്ടോ അച്ഛാ എന്ന് പറയും. ഏത് ഓരൊക്കെ ബാങ്കിന് വരുന്നത് ഞാൻ പറയണില്ല, ആ ബാങ്കിൽ ഞാൻ പോയി. എന്താ എൻ്റെ അച്ഛാ ടാർജറ്റ് ആരെക്കൊണ്ട് താങ്ങും? അപ്പം ഞാൻ മടുത്തെന്ന് പറയും. അപ്പം അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒരു ടാർജറ്റുണ്ട്. എന്താണ്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ടാർജറ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വിഷയത്തിൻ്റെ മേലും ദയവൈതല്. ഇപ്പം നമുക്ക് വെറുപ്പ് തോന്നും, അപ്പോൾ അവർ നമ്മൾ ന്യായമായിട്ടൊക്കെ പെരുമാറി സന്തോഷമായിട്ടൊക്കെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തെങ്കിലും നമുക്കൊരു അവസരം വന്നപ്പോൾ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ലെന്ന് പറയത്തില്ലേ? അപ്പോൾ അവർക്ക് വെറുപ്പ് തോന്നും. അപ്പോൾ കർത്താവിൻ്റെ വചനം എന്ന് പറയും, വെറുപ്പായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമൊന്നുമല്ല, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ടാർജറ്റ്. അപ്പോൾ എങ്ങനെ എല്ലായിടത്തും സ്നേഹത്തിന് ടാർജറ്റായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ എക്വിപ്ഡാവും, ആംഡാവും, നിങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിയും. അങ്ങനെയാണ് സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നുവെന്ന് 1 Corinthians 14:1. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ ചില ബിസിനസ് കമ്പനിക്കാരൊക്കെ ടാർജറ്റ് കൊടുക്കത്തില്ലേ? അതുപോലെ ബൈബിൾ നമുക്ക് തരുന്ന ടാർജറ്റ് എന്താണ്? സ്നേഹമാണ്. ഇപ്പം നിങ്ങൾ ഒരു ആളെ സഹായിച്ചാലും പ്രാർത്ഥിച്ചാലും ഒരു പ്രവർത്തനം ചെയ്താലും, ഇപ്പം ജർമ്മനും അതുപോലെ തന്നെ ഫ്രഞ്ചുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, ട്യൂഷൻ കൊടുക്കണമല്ലേ? കൂട്ടുകാർക്ക് അത് ട്യൂഷനൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും കൂട്ടുകാർ നമ്മളോട് കുറച്ചുകൂടി പ്രതിപത്തിയുള്ളവരായിരിക്കും എന്നൊക്കെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതല്ല, അത് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ കാരുണ്യപ്രവൃത്തിയല്ലേ? അപ്പം ദൈവസ്നേഹത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ആ ജർമ്മൻ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ എന്ത് ചെയ്താൽ എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളല്ല, എക്സ്ട്രാ ചെയ്യുമ്പോഴേ നമുക്ക് പെയിൻ ഉണ്ടാവുകയെ. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് വേദന എന്ന് നമ്മൾ പറയണത്. സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, അല്ലേ? പല്ലുവേദന, എനിക്ക് 2-3 ദിവസം വേദന ഉണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇന്നിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ പല്ലിട്ട് കൊണ്ട്, അപ്പോൾ എക്സ്ട്രാ വന്ന വേദനയാണ്. 2-3 ദിവസമായിട്ട് എനിക്ക് വേദന ഉണ്ട്, പല്ലുവേദന ഉണ്ട്.
ഇന്ന് വർഷം കഴിഞ്ഞപ്പോൾ ആ പല്ലിന് ആ വേദനയുള്ള പല്ലെ വെച്ച് കടി കിട്ടി. അത് ഇറച്ചിയായാലും വേറെ എന്ത് സാധനം കടിച്ചപ്പോൾ അവിടെ വേദന എടുത്ത്. ഇപ്പോൾ എക്സ്ട്രാ വേദന വന്നപ്പോൾ സഹിക്കാൻ പറ്റാത്തതായി. അപ്പോൾ അത് വേദനയായി. എക്സ്ട്രാ വരുന്ന വേദനയാണ് വേദന എന്ന് പറയണത്. അപ്പോൾ എക്സ്ട്രാ വരണ എന്ത് ചെയ്യാവുന്നവരുണ്ട്? എക്സ്ട്രാ വരുന്ന വേദന എന്ത് ചെയ്യണം? അത് കർത്താവിൻ്റെ സഹനങ്ങൾ കൂട്ടിച്ചേർക്കുക. അതാണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് സഹിക്കുന്നത് എന്താണ് ചെയ്യുന്നത്. മത്തായി 5:47 എടുത്തേ. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ചെയ്യുന്ന കാര്യമായാലും ശരി, ചൊല്ലുന്ന കാര്യമായാലും ശരി, വേദന ആയാലും ശരി, എക്സ്ട്രാ വരുന്നതിനാണ് മാർക്കുള്ളത്. മനസ്സിലായില്ലേ? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് വേദനിക്കുന്നത്? ഇപ്പം നമുക്കൊരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കന്മാർക്ക് സ്വാഭാവികമായിട്ടുള്ള ചില ഭാരങ്ങളുണ്ട്, അല്ലേ? ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസമൊക്കെ ഇരിക്കും. അപ്പോൾ അത് എക്സ്ട്രാ മറ്റു കുഞ്ഞുങ്ങൾക്കില്ലാത്ത ഒരു 1000 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിനൊക്കെ അത് വരത്തുള്ളൂ. അപ്പോൾ അത് എക്സ്ട്രായാണ്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വേദന എന്ന് പറയുന്നത്, എക്സ്ട്രാ വരണത്. ഇപ്പം നിങ്ങൾ മര്യാദക്കൊക്കെ ജീവിക്കുന്നു. ഞാനെന്നെ കുഞ്ഞുനാളിൽ ചിലർ പറയും, ഞാൻ കുഞ്ഞുനാളും മുതലൊക്കെ ദൈവത്തെ ഒപ്പിച്ച് പള്ളിയൊക്കെ പ്രാർത്ഥനയൊക്കെ ജീവിക്കുകയാണ്, പക്ഷേ എനിക്കിത് വന്നല്ല എന്ന് അങ്ങനെ പറയും. ഞാനൊരു മദ്യപാനത്തിനും ഇല്ല, ഞാനൊരു പുകവലിക്കും ഇല്ല, എന്നാലും എനിക്ക് ഫാറ്റ് ലിവർ വന്നല്ല എന്ന് പറയത്തില്ലേ ആൾക്കാർ? പറയത്തില്ലേ അങ്ങനെ? അതായത് ഇതൊക്കെ മദ്യപാനികൾക്ക് വന്ന രോഗമാണ്, ഞാൻ ഇതൊന്നും ഇല്ല, എന്നിട്ട് എനിക്ക് എക്സ്ട്രാ ഒന്നല്ല. എക്സ്ട്രാ വരുന്നതാണ് നമുക്ക് റീഡിങ് ആയിട്ടുള്ളത്, കർത്താവിന് സമർപ്പിക്കാൻ പറ്റുന്ന അതാണ്. അതെന്ത് ചെയ്യുക വെച്ചാൽ, നിൻ്റെ ഉത്തരവാദിത്തം അല്ലാതെ തന്നെ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എക്സ്ട്രാ വേദനകൾ വരും. അപ്പോൾ ബുദ്ധിയും ബോധവും ഉള്ള വിശ്വാസികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, എക്സ്ട്രാ വരുന്ന സംഭവം എന്ത് ചെയ്യും? അത് കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കാനായി ഉപയോഗിക്കും. മനസ്സിലായില്ലേ? നമ്മുടെയൊക്കെ ഒരു ഗുണം അതാണ്. ഇപ്പം എനിക്ക് ഈ കിഡ്നിയുടെ അസുഖമില്ല, ശരിക്കും പറഞ്ഞാൽ ഞാനെന്ത് കർത്താവിൻ്റെ പേരല്ലേ ചെയ്യണത്? 24 മണിക്കൂറും കർത്താവിൻ്റെ പേരെ ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ വേറെ എക്സ്ട്രാക്കൊന്നും വേറെ ഒരു ലിഷറിനൊന്നും പോകത്തില്ല. എവിടെയെങ്കിലുമൊക്കെ പോയാലും പിറ്റേ ദിവസം അപ്പം തന്നെ എൻ്റെ ജോലി ശുശ്രൂഷ കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലെത്തും. ഇപ്പം ഞാൻ അങ്ങനെ അമ്യൂസ്മെൻറ്റിനൊന്നും ഇല്ല, പക്ഷേ എനിക്കിങ്ങനെ ഡിസീസ് വന്നില്ലേ. അപ്പോൾ എന്നിട്ട് ഞാനിതിനെക്കുറിച്ച് യേശുവിൻ്റെ കംപ്ലയിൻറ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ലല്ലോ. മാസത്തിൽ ഒരു 3 പ്രാവശ്യം നീർക്കെട്ടൽ വരും, ശ്വാസം മുട്ടലും വലിവും ചുമയൊക്കെ വരും, കഫമൊക്കെ കെട്ടലുണ്ടാകും. നീർക്കെട്ടലിങ്ങനെ ബോഡി വേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പതിരെ പിടിക്കും, ശ്വാസകോശത്തെ ബ്ലോക്ക് ചെയ്യും, പിന്നെ അത് പനിയായിട്ട് മാറും. അപ്പോൾ ഒരു സ്വസ്ഥത നമുക്കുണ്ടാകത്തില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മൾ ദൈവത്തോട് യുദ്ധത്തിന് പോകത്തില്ല. എന്താ കാര്യം? ഇത് എക്സ്ട്രാ നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അതായത് നമ്മൾക്ക് ഈ വേദന ആൾക്കാർ പെറുപിറുക്കണത്, ഇപ്പം ബൈബിളിലൊരു പെറുപിറുപ്പില്ലേ? എന്താ പറയണത്? ഞങ്ങൾ 11-ാം മണിക്കൂറിൽ വന്ന അവരെ, ഞങ്ങൾ 1-ാം മണിക്കൂറിൽ വന്ന ഞങ്ങളുമായിട്ട് അവരെ നിങ്ങൾ താരതമ്യപ്പെടുത്തിയല്ലോ എന്നും പറഞ്ഞ് പെറുപിറുക്കും. അപ്പോൾ എക്സ്ട്രാ ഇവർ എക്സ്ട്രാ ചെയ്തെന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ ജോലിയിൽ, രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ 12 മണിക്കൂർ ജോലിയിൽ അവസാനം വന്നൊരു 1 മണിക്കൂറാണ് ജോലി ചെയ്തത്. പകലിൻ്റെ മുഴുവൻ ചൂടും വെയിലും കൊണ്ട് ഞങ്ങളെ അവരോട് താരതമ്യപ്പെടുത്തിയല്ലോ എന്ന് പെറുപിറുക്കും. ഇത് എക്സ്ട്രായാണ്. അവർക്ക് ജ്ഞാനമില്ലാത്തത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. ദൈവം അറിയാതെ ഒരു എക്സ്ട്രായും സംഭവിക്കത്തില്ല. ഇപ്പം നിൻ്റെ നാത്തുവിനേക്കാളും നിൻ്റെ അനിയത്തേക്കാളും നിൻ്റെ ചാച്ചനേക്കാളും നിൻ്റെ ചേച്ചിയേക്കാളും ഒക്കെ നിനക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കർത്താവിനേക്ക് വരവെക്കാൻ വേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ലേ? അതെന്താണ്? അത് കർത്താവിൻ്റെ മരണത്തെ അവർ പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർപ്പ് വിശ്വസിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ വേണ്ടിയുള്ള നിത്യതയ്ക്ക് വേണ്ടിയുള്ള അച്ചാരങ്ങൾ നിന്നോടും, അച്ചാരം മാത്രമല്ല അതിന് മുതലടയാനുള്ളത് കൂടി നിന്നോട് വാങ്ങിക്കുകയാണ്. അത് ബോധത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരേണ്ടതാണത്. നിനക്കത് കിട്ടാത്തത് കൊണ്ടാണ് എന്നിലൂടെ ഇപ്പോൾ കർത്താവ് നിന്നോട് സംസാരിക്കുന്നത്. ഇപ്പം നിൻ്റെ എക്സ്ട്രാ വേദനകൾക്കെല്ലാം ഇതുകൊണ്ട് പരിഹാരമാകണം. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ
പ്രേക്ഷിതരാകുക.